Hi dear students, in microeconomics we are discussed about the market demand curve for inputs of a firm. അതായത് ഒരു ഫേമിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ്, ഇൻപുട്സിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെട്ടു. ഇന്ന് ആദ്യമായി പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് ദ മാർക്കറ്റ് സപ്ലൈ ഓഫ് ഇൻപുട്സ്. ഓക്കെ, the market supply curve of an input is obtained from the horizontal summation of the supply curve of individual suppliers of input. ഓക്കെ, ആ ഇൻപുട്ടിൻ്റെ ഇൻഡിവിജ്വൽ സപ്ലയേഴ്സിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽ സപ്ലൈ കർവുകളുടെയും ഹൊറിസോണ്ടൽ സമ്മേഷനാണ് മാർക്കറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. The market supply curve for a factor input is usually upward sloping. This is due to the fact that owners of the factors of production will increase the quantity supplied at higher factor prices than at lower factor prices. The market supply curve of labor is also positively sloped, but it may be bent backward at a very high wages. This is shown in the following figure. Okay, അപ്പോൾ ഇവിടെ ലേബർ സപ്ലൈ കർവൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് അല്ലേ. അപ്പോൾ ലേബർ സപ്ലൈ കർവിൽ ഒരു ബാക്ക്വേർഡ് ബെൻഡിങ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇൻപുട്സിൻ്റെ പ്രൈസ് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഇൻപുട്സിൻ്റെ സപ്ലൈ വർദ്ധിക്കും. ദെൻ അറ്റ് ഒരു വേജ് റേറ്റ് ഒരു ഹൈ വേജസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു സപ്ലൈ കർവ്, വേജ് റേറ്റിലെ സപ്ലൈ കർവ്, ഈ ലേബർ സപ്ലൈ കർവ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ട് മാറുന്നതിന് അത് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ഓണേഴ്സ് ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ഇൻക്രീസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് അറ്റ് ഹയർ ഫാക്ടർ പ്രൈസസ്. ഫാക്ടർ പ്രൈസസ് കൂടുന്ന സമയത്ത് കൂടുതൽ ഫാക്ടർ സപ്ലൈ ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. ദെൻ ഫാക്ടർ പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്ടർ സപ്ലൈ കുറയുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ് ഈ ഒരു സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഓക്കെ, the market supply curve of labor is also positively sloped, but it may be backward or at a very high wages. This is shown in the following figure. അപ്പോൾ ഇത് ഫിഗറിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷനാണ് നൽകിയിട്ടുള്ളത്. ഡെയിലി വേജ് റേറ്റ് ഈസ് മെഷേർഡ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്, നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദി ഹൊറിസോണ്ടൽ ആക്സിസ്. At the wage rate 200 per day, 400 people are willing to work, which is shown by the point H. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നമ്പർ ഓഫ് വർക്കേഴ്സ് എക്സ് ആക്സിലും വേജ് റേറ്റ് വൈ ആക്സിലും കാണിച്ചിട്ടുണ്ട്. ദെൻ വേജ് റേറ്റ് ഓഫ് 200 വേജ് റേറ്റ് ആവുന്ന സമയത്ത് 400 പീപ്പിൾ ആർ വില്ലിംഗ് ടു വർക്ക് വിച്ച് ഈസ് ഓൺ ദ പോയിൻറ്റ് എച്ച്. On the market supply curve of labor SL, at the wage rate of rupees 400 per day, 600 people are willing to work as shown by point E. ഓക്കെ, 400 രൂപയായിട്ട് വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എത്ര പേര് വില്ലിംഗ് ആണ്? 600 പേര് ഈ ഒരു ജോലി ചെയ്യാനായിട്ട് വില്ലിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അവിടെ വേജ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈയിൽ വർധനവ് ഉണ്ടായി. ദെൻ at a wage rate of rupees 500 per day, 700 people are willing to work, which is shown by the point G. The supply curve of labor is SL is positively sloped but becomes less elastic at high wage rates and may eventually bend backward at still higher wage rates. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ വേജ് റേറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ലേബർ സപ്ലൈയിലും വർധനവ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ അപ്വേർഡ് സ്ലോപ്പിംഗ് ലേബർ സപ്ലൈ കർവ്. ദെൻ ഇക്വിലിബ്രിയം ഇൻ എ കോമ്പറ്റീറ്റീവ് ഫാക്ടർ മാർക്കറ്റ്. അപ്പോൾ നമ്മളിവിടെ മാർക്കറ്റ് സപ്ലൈ കർവാണ് കണ്ടു കഴിഞ്ഞത്. ഇത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആവും എന്നുള്ളതും കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹയർ വേജസ് കൊടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഒരു ലേബർ സപ്ലൈ കർവ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയിട്ട് മാറും. ആ ഒരു പോർഷൻ ഇതിൽ ഈ ഒരു ഡയഗ്രത്തിനകത്ത് കാണിച്ചിട്ടില്ല. ദെൻ ഇക്വിലിബ്രിയം ഇൻ എ കോമ്പറ്റീറ്റീവ് ഫാക്ടർ മാർക്കറ്റ്. എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീറ്റീവ് ഫാക്ടർ മാർക്കറ്റിനകത്ത് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് ഡിമാൻഡ് കർവ് എന്താണെന്നുള്ളത് പഠിച്ചു. അതുപോലെ തന്നെ സപ്ലൈ കർവ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഡിമാൻഡ് സപ്ലൈയും തുല്യമാവുന്ന പോയിൻ്റായിരിക്കും ഇക്വിലിബ്രിയം കൈവരിക്കുന്നുണ്ടാവുക. In a perfectly competitive market, the equilibrium price and employment of an input is determined by the intersection of the market demand and the market supply curve of input. ഓക്കെ, ഇൻപുട്ടിൻ്റെ മാർക്കറ്റ് ഡിമാൻഡും ഇൻപുട്ടിൻ്റെ മാർക്കറ്റ് സപ്ലൈ കർവും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, എ കോമ്പറ്റീറ്റീവ് ഫാക്ടർ മാർക്കറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം വെൻ ദ പ്രൈസ് ഓഫ് ഇൻപുട്ട് ഈക്വേറ്റ്സ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ദ ക്വാണ്ടിറ്റി സപ്ലൈഡ്. The determination of equilibrium price and employment of labor is shown on the following figure. Okay, അപ്പോൾ ഇവിടെ DL is the market demand curve
മാർക്കറ്റ് ഡിമാൻഡ് കർവ് ഫോർ ലേബർ വിച്ച് ഈസ് നെഗറ്റീവ്ലി സ്ലോപ്പിംഗ് കർവ്. നമുക്കറിയാവുന്നതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവാണ്. ഓക്കെ, ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് മോർ യൂണിറ്റ്സ് ഓഫ് ലേബർ വിൽ ബി ഡിമാൻഡഡ് ബൈ ദ ഫേംസ് അറ്റ് എ ലോവർ വേജ് റേറ്റ് ദാൻ ദ അറ്റ് ഹയർ വേജ് റേറ്റ്. SL is the market supply curve of labor which is positively sloping curve. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സപ്ലൈ കർവ് പോസിറ്റീവ്ലി സ്ലോപ്പിംഗ് കർവാണ്. ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് മോർ യൂണിറ്റ്സ് ഓഫ് ലേബർ വിൽ ബി സപ്ലൈഡ് അറ്റ് എ ഹയർ വേജ് റേറ്റ് ദാൻ അറ്റ് എ ലോവർ വേജ് റേറ്റ്. Given the demand and supply curves, the quantity of labor demanded exactly equals the quantity of labor supplied at the wage rate W. Thus, the labor market is in equilibrium at the wage rate W and n units of labor would be employed. ഓക്കെ, അതാണ് ഈ ഒരു ഡയഗ്രത്തിനകത്ത് നൽകിയിട്ടുള്ളത്. DL is the demand for labor and SL is the supply of labor. ഇവ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ ഡാഷ് എന്ന് പറയുന്നത്. ഈ ഡാഷിൽ ഇവിടെ മാർക്കറ്റ് എന്താണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നു. Okay, if the wage rate were less than the equilibrium level such as W1, fewer workers would be willing to work than firms would wish to hire. ഓക്കെ, ഇവിടെ വേജ് റേറ്റ് ഡബ്ല്യുവിനേക്കാൾ താഴെയാണെന്ന് വിചാരിക്കുക. അതായത് വേജ് റേറ്റ് ഡബ്ല്യുവിനേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് W1 ഈസ് ദ വേജ് റേറ്റ്. അപ്പോൾ അവിടെ മാർക്കറ്റ് വേജ് റേറ്റിനേക്കാൾ കുറവാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്ന സിറ്റുവേഷനിൽ എന്താണ്, ഫ്യൂവർ വർക്കേഴ്സ് വുഡ് ബി വില്ലിങ്, കുറച്ച് ആളുകൾ മാത്രമേ ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുന്നുള്ളൂ. ഓക്കെ, അതായത് ജോലി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ആളുകൾ തയ്യാറാണ്, പക്ഷേ അത്രയും ഡിമാൻഡൊക്കെ ഉണ്ട്, പക്ഷേ അതിനനുസരിച്ചിട്ട് ആളുകൾ എന്താണ് കുറഞ്ഞ ജോലിക്ക് ജോലി ചെയ്യാനായിട്ട് തയ്യാറാവുന്നില്ല. Thus at a lower wage rate, shortage of scarcity of labor would be the result. അപ്പോൾ കുറഞ്ഞ വേജ് റേറ്റാണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ലേബറിൻ്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ അതിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. On the other hand, if wages were held above the equilibrium level, ഓക്കെ, equilibrium level വേജ് OW ആണ്, അതിനേക്കാൾ കൂടുതൽ OW2 ആണ് വേജ് റേറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, wage rate held above the equilibrium level such as W2, more workers would be willing to work. അല്ലെ, കുറേ അധികം ആളുകൾ ജോലി ചെയ്യാൻ തയ്യാറാവുകയും wish to hire, അല്ലേ, അതായത് ജോലിക്ക് ഫേംസിന് ആവശ്യമായിട്ടുള്ളതിനേക്കാൾ ആളുകൾ എന്താണ് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നു. Thus at a higher wage rate, unemployment or surplus of labor would be the result. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ കൂടുതൽ വേജ് റേറ്റ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ സർപ്ലസ് ലേബറോ നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വിലിബ്രിയം ലെവൽ ഓഫ് വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് കണക്കാക്കുന്ന ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, SL ഈസ് ദ സപ്ലൈ കർവ് ഓഫ് ലേബർ, DL ഈസ് ദ ഡിമാൻഡ് കർവ് ഓഫ് ലേബർ. ദെൻ വേജ് റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡിമാൻഡ് എന്താണ് വ്യത്യാസം, നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ അളവ് വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ എന്താണ് സപ്ലൈ ഓഫ് ലേബർ വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതേസമയം വേജ് റേറ്റ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറവായിരിക്കും, ഫേംസിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും. അപ്പോൾ ഈ ഡിമാൻഡ് സപ്ലൈയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഈ ഡാഷിൽ ഇക്വിലിബ്രിയം വേജ് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നു, OW എന്ന് പറയുന്നത്. ദെൻ OW1 ഇക്വിലിബ്രിയം വേജ് റേറ്റിനേക്കാൾ കുറവാണ് വേജ് റേറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ ഷോർട്ടേജ് ഓഫ് ലേബർ അനുഭവപ്പെടുന്നു. ദെൻ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് വേജിനേക്കാൾ കൂടുതലാണ് വേജ് റേറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ സർപ്ലസ് ലേബർ ഉണ്ടാകുന്നു, അതായത് അൺഎംപ്ലോയ്മെൻ്റ് ഒക്കെ എക്കണോമിയിൽ ഉണ്ടാകുന്നതിന് അത് കാരണമാവുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻപുട്ട് ആൻഡ് ഫാക്ടർ മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫാക്ടർ മാർക്കറ്റിനകത്ത് ഇക്വിലിബ്രിയം ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഇൻപുട്ടുകളുടെ സപ്ലൈയും ഡിമാൻഡും തുല്യമാവുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം നിർണ്ണയിക്കപ്പെടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് എ ന്യൂ ടോപ്പിക്. ഓക്കെ, താങ്ക് യു.